എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്. അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 32-ാമത് വചനം ഇപ്രകാരം വായിക്കുന്നു: ആകയാൽ മക്കളെ, എൻ്റെ വാക്ക് കേട്ടുകൊള്ളുവീൻ. എൻ്റെ വഴികളെ പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നുള്ള വചനമാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ വഴികളെ തിരഞ്ഞെടുക്കുകയും ആ വഴികളെ പ്രമാണിക്കുകയും ചെയ്യുന്നു എങ്കിൽ അത് നിങ്ങളെ നന്മയിലേക്കും അനുഗ്രഹത്തിലേക്കും ഉയർച്ചയിലേക്കും ശ്രേഷ്ഠതയിലേക്കും നിങ്ങളെ കൊണ്ടുപോകുന്നു എന്നുള്ളത് തന്നെയാണ്. 18-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ദൈവത്തിൻ്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്, തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയാകുന്നു എന്നോർപ്പിക്കുകയാണ്. അവിടെയും ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് ഓർപ്പിക്കുന്നത് തികവുള്ള വഴി, പൂർത്തീകരണമുള്ള വഴി, ശ്രേഷ്ഠതയുള്ള വഴി, നന്മയുള്ള വഴി എന്നുള്ളത് തന്നെയാണ്. യോസേപ്പിന് ദൈവം ഒരു വഴി കാട്ടിക്കൊടുത്തു. ആ വഴി തികവുള്ള വഴിയാണ്. എന്നാൽ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നതുവരെ വഴിയിൽ ദുർഘടമായ പാതകളും ബുദ്ധിമുട്ട് നിറഞ്ഞ, വേദന നിറഞ്ഞ ഒത്തിരി അനുഭവങ്ങളുമുണ്ടെങ്കിലും ആ വഴികളിലൂടെ അവർ യാത്ര ചെയ്തത്, തന്നെ കൊണ്ടെത്തിച്ചത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സിംഹാസനത്തിൻ്റെ മുൻപിലായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവം തന്ന വഴിയിലൂടെ ഞാൻ യാത്ര ചെയ്തിട്ട് എനിക്ക് പൊട്ടക്കിണറും എനിക്ക് അപമാനവും എനിക്ക് വേദനകളും എനിക്ക് കാരാഗ്രഹവും എനിക്ക് ഒറ്റപ്പെടലുകളുമൊക്കെയാണല്ലോ വന്നത് എന്ന് യോസേപ്പ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനപ്പുറത്ത് ആ പൂർത്തീകരണത്തിലേക്ക് യോസേപ്പ് ചെന്നെത്തുമ്പോൾ യോസേപ്പിന് പറയുവാനൊരു വാക്കുണ്ട്: ദൈവം നൽകിയ വഴിയാണ്. ആ വഴിയിലൂടെ ഞാൻ യാത്ര ചെയ്ത് എത്തിച്ചേർന്നിരിക്കുന്നത് ഏറ്റവും ഭാഗ്യകരമായ, ഏറ്റവും ഉന്നതമായ ഒരു നിലവാരത്തിലാണ് ഞാൻ വന്നെത്തി നിൽക്കുന്നത് എന്ന് തനിക്ക് പറയുവാനായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അഭിഷേക തൈലം ദാവീദിൻ്റെ മേൽ വീണ് കഴിഞ്ഞപ്പോൾ ദാവീദിനോട് യാത്ര ചെയ്യുവാൻ ആവശ്യപ്പെട്ട വഴികൾ അല്പം ദുർഘടമായ വഴികളായിരുന്നു. എന്നാൽ തന്നെ കൊണ്ടെത്തിച്ചത് ഏറ്റവും ഭാഗ്യകരമായ, ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനത്തായിരുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൻ്റെ കഴുത നഷ്ടപ്പെട്ടു പോയ ശൗൽ യാത്ര ചെയ്ത് കഴുതയെ തേടിപ്പോകുന്ന വഴികൾ അല്പം ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നെങ്കിലും തന്നെ കൊണ്ടെത്തിച്ചത് ഏറ്റവും ഭാഗ്യകരമായ ഒരു ശമൂവേലിൻ്റെ അരികിലായിരുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മിസ്രയീമിൽ നിന്ന് യാത്ര തിരിച്ച ഇസ്രായേൽ മക്കൾ അവരുടെ യാത്ര ചെയ്ത വഴിത്താരകളെല്ലാം അല്പം പ്രതിസന്ധി നിറഞ്ഞതും വേദനാജനകമായതുമായിരുന്നു എങ്കിലും അവരെ കൊണ്ടെത്തിച്ചത് പിതാക്കന്മാരുടെ അവകാശ ഭൂമിയിലാണ്. ഏറ്റവും ഭാഗ്യകരമായ ഒരു പശ്ചാത്തലത്തിനകത്തായിരുന്നു അവരെയും കൊണ്ടെത്തിക്കുവാൻ ഇടയായിത്തീർന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ മുമ്പിലൊരു വഴി തുറന്നു വച്ചിരിക്കുന്നു എന്നും ആ വഴിയുടെ ആരംഭഘട്ടങ്ങളും മുൻപോട്ടുള്ള വഴിത്താരകളുമൊക്കെ വേദനയും ദുഃഖവും കഷ്ടവും ഞെരുക്കവും ബുദ്ധിമുട്ടും പ്രയാസവും പ്രതിസന്ധിയും നിറഞ്ഞതാണെങ്കിൽ പോലും അതിൻ്റെ അവസാനത്തിങ്കിൽ നാം ചെന്നെത്തുമ്പോൾ ഏറ്റവും ഭാഗ്യകരമായ, ഏറ്റവും ശ്രേഷ്ഠകരമായ, ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനത്തേക്കാണ് ദൈവം നമ്മെ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മെ ആഴമായി ഓർമ്മപ്പെടുത്തുക തന്നെയാണ്. ആയതുകൊണ്ട് തന്നെ നാം നമ്മുടെ വഴി തിരഞ്ഞെടുക്കുന്നവരായിട്ടല്ല, ദൈവം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗ്യകരമായ
ആ സ്ഥിതിവിശേഷത്തിലേക്ക് ചെന്നെത്തേണ്ടതിന് ദൈവം മുമ്പിൽ വച്ചിരിക്കുന്ന വഴികൾ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് ആ വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ, അതല്പം ദുർഘടമായി തോന്നിയാലും അല്പം വേദനയായി തോന്നിയാലും ആ വഴിയിലൂടെ തന്നെ യാത്ര ചെയ്ത് ഏറ്റവും ഭാഗ്യകരമായ ഒന്നിൽ ചെന്നെത്തേണ്ടതിന് നമുക്ക് പരിശ്രമിക്കുകയും ആ നിലകളിൽ യാത്ര ചെയ്യുകയും ചെയ്യാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ മുമ്പിൽ അങ്ങ് വച്ചിരിക്കുന്ന വഴി മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് ആ വഴിയിലെ കഷ്ടതയും വേദനയും ദുഃഖവും മറന്ന് ഭാഗ്യകരമായ അനുഭവത്തിൽ എത്തിപ്പെടേണ്ടതിന് ഞങ്ങൾക്ക് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. ദൈവാനുഗ്രഹം കൊണ്ട്, ദൈവിക ഭാഗ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.